RG രാധാകൃഷ്ണൻ KS ബൈജുവിന് ശേഷമുള്ള തിരുവാഭരണം കമ്മീഷണറാണ്. 2019 ഒക്ടോബർ മാസമാണ് രാധാകൃഷ്ണൻ ചുമതലയേറ്റത്. ഡിസംബർ മാസത്തിൽ സ്ഥലം മാറ്റി എന്ന വിവരം കൂടി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരം കൂടി മനീഷ് മഹിപാൽ നൽകുന്നു. അപ്പോൾ ആ കൺഫ്യൂഷൻ, ആ സംശയം അവിടെ തീരുന്നു. അതായത് ഈ ഒരുപക്ഷെ ഈ ബൈജു അടക്കമുള്ള ആളുകൾ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ആളായിരുന്നു CR രാധാകൃഷ്ണൻ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ, തിരുവാഭരണം കമ്മീഷണറായി CR രാധാകൃഷ്ണൻ വന്നപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഒരു കത്ത് ഈ രീതിയിൽ അയക്കുന്നത്. എല്ലാം തോന്നിയപടിയാണ്, അതിന് കൃത്യമായ ഒരു രീതിയിലുള്ള മാനുവലും പാലിക്കപ്പെടുന്നില്ല എന്ന് കൃത്യമായി അതുകൊണ്ടായിരിക്കണം രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറിയിച്ചത്. ഇപ്പോൾ മനീഷ് മഹിപാൽ കൂടി ചേരുന്നു. മനീഷ്, ഇപ്പോൾ കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത വരുന്നു. ഈ രണ്ട് വിവരങ്ങൾ, ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വന്ന ഈ തിരുവാഭരണം 2019 അന്നത്തെ കമ്മീഷണറായിരുന്ന ബൈജുവിന്റെ അറസ്റ്റ്, അതിന് പിന്നാലെ വന്നിരിക്കുന്ന പിന്നീട് വന്ന തിരുവാഭരണം കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ, ഈ രണ്ട് കാര്യങ്ങളും ചേർത്ത് വെക്കാം. അപ്പോൾ കൃത്യമായ ക്രമക്കേടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ ക്രമക്കേടുകൾക്ക് അന്നത്തെ ദേവസ്വം ബോർഡിലെ തിരുവാഭരണം കമ്മീഷണറായ KS ബൈജു കൂട്ടുനിന്നു എന്നത് ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്ന മട്ടിലുള്ള വിവരങ്ങളും അതിന്റെ തെളിവുകളും ഇപ്പോൾ 24-നും ലഭിച്ചിരിക്കുകയാണ്. എന്താണ് CR രാധാകൃഷ്ണൻ അന്നത്തെ സംഭവങ്ങളെക്കുറിച്ച് നൽകുന്ന വിവരങ്ങൾ? പ്രജിൻ, അന്നത്തെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്നു CR രാധാകൃഷ്ണൻ. CR രാധാകൃഷ്ണന്റെ പുതിയ വെളിപ്പെടുത്തൽ, അതായത് 2019 RG രാധാകൃഷ്ണനായിരുന്നു തിരുവാഭരണ കമ്മീഷണർ. പക്ഷേ 2019 തന്നെ തിരുവാഭരണ കമ്മീഷണറായിരുന്നു ഇപ്പോൾ അറസ്റ്റിലായ KS ബൈജു. KS ബൈജു ഒക്ടോബർ മാസം അവിടെ നിന്നും മാറുന്നു, വിരമിക്കുന്നു. അതിനുശേഷം പിന്നീട് വരുന്ന തിരുവാഭരണ കമ്മീഷണറാണ് RG രാധാകൃഷ്ണൻ. അദ്ദേഹം 2019 ഒക്ടോബർ മാസത്തിലാണ് രാധാകൃഷ്ണൻ ചുമതലയേൽക്കുന്നത്. ഡിസംബർ മാസത്തിൽ അദ്ദേഹത്തെ സ്ഥലം മാറ്റി. അതായത് അദ്ദേഹം വിരമിക്കുകയല്ല, അദ്ദേഹത്തിന് മറ്റൊരു തസ്തികയിൽ അദ്ദേഹത്തിനെ സ്ഥലം മാറ്റി. ഇതിനിടയിൽ ഒക്ടോബർ മാസത്തിനും ഡിസംബർ മാസത്തിനും, അതായത് ഏകദേശം 2 മാസ കാലയളവ് അദ്ദേഹം തികച്ചില്ല. ആ സമയത്താണ് അദ്ദേഹം അന്നത്തെ ദേവസ്വം പ്രസിഡന്റായിട്ടുള്ള പത്മകുമാറിനെ ശബരിമലയിൽ നടക്കുന്ന ഈ കൈമാറ്റം സംബന്ധിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, ഇത്തരം കാര്യങ്ങളിലെ ദുരൂഹത സംബന്ധിച്ച് ഒരു പാകപ്പിഴ ചൂണ്ടിക്കാണിച്ച് തിരുവാഭരണ കമ്മീഷണറായിരുന്ന രാധാകൃഷ്ണൻ 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അയച്ച കത്തിന്റെ പകർപ്പാണ് നിലവിൽ അന്നത്തെ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ CR രാധാകൃഷ്ണൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.